ഇനിയൊരു ജന്മം കൂടി. നോവൽ തുടർച്ച, അധ്യായം 6. ആ നീതികേടിന് ബലിയർപ്പിക്കേണ്ടതല്ല നിന്റെ ജീവിതം. ആത്മാർത്ഥതയോടെ നിന്നെ സ്നേഹിക്കാൻ കഴിവുള്ള ഒരാളെ അച്ഛൻ കണ്ടുപിടിച്ചു തരാം. ഈശ്വരനെ ഓർത്ത് നീ ഇനിയും ഞങ്ങളെ വേദനിപ്പിക്കലും അവനെ മറന്നുകളയണം എന്നേക്കുമായി. ശക്തമായ ഒരിടിമിന്നൽ വിദ്യയുടെ പ്രജ്ഞയെ പിളർന്നുകൊണ്ട് പാഞ്ഞുപോയി. മിഴികൾ പിന്നിലേക്ക് മറഞ്ഞുപോയ വിദ്യ അച്ഛൻ്റെ കൈത്തലങ്ങൾക്കിടയിലൂടെ ഓർന്നു വീണു. അധ്യായം 9. തണുത്ത ജലകണങ്ങൾ മുഖത്തേക്ക് വീണപ്പോൾ വിദ്യയുടെ കൺപോളകൾ ഇളകി. അവൾ പതിയെ കണ്ണു തുറന്നു. മോഹാലസ്യപ്പെട്ടു വീണ മകളെ ചന്ദ്രശേഖരനും വിമലയും കൂടി താങ്ങിയെടുത്ത് സോഫയിൽ കിടത്തിയിരുന്നു. വിദ്യ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. കുറച്ചുനേരം കിടന്നോ, പതിയെ എഴുന്നേറ്റാൽ മതി. ചന്ദ്രശേഖരൻ പറഞ്ഞപ്പോൾ വിദ്യ മൂർച്ചയോടെ അയാളെ നോക്കി. അവളുടെ കണ്ണുകളിൽ അമർഷവും പ്രതിഷേധവും വാൾമുല പോലെ ഉയർന്നു വന്നു. സ്നേഹമില്ലാത്തവൻ എന്ന് രാഹുലിന് മുദ്ര ചാർത്തിയ മറ്റൊരു വിവാഹം കഴിക്കണമെന്ന് ആജ്ഞ പ്രകടിപ്പിച്ച അച്ഛനോട് അവൾ പിണങ്ങിക്കഴിഞ്ഞിരുന്നു. അവൾ എഴുന്നേറ്റപ്പോൾ വിമല കയ്യിൽ പിടിച്ച് താങ്ങാൻ ശ്രമിച്ചു. വിദ്യ കൈ കുതറിച്ച് പിടിവിടിവിച്ചു. അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്തേക്ക് നോക്കാതെ അവൾ നടന്ന് പടികൾ കയറി മുകളിലേക്ക് പോയി. വിമല ചന്ദ്രശേഖരനെ ഒന്ന് നോക്കി. അതിലൊരു കുറ്റപ്പെടുത്തലുണ്ടായിരുന്നു. അയാൾ വേഗം തൻ്റെ മുറിയിലേക്ക് പോയി. വേഷം മാറി ഇറങ്ങിയ ചന്ദ്രശേഖരൻ യാത്ര പോലും പറയാതെ ഷോപ്പിലേക്ക് പോയി. രാത്രി വൈകിയാണ് ചന്ദ്രശേഖരൻ തിരിച്ചെത്തിയത്. അത്താഴം വേണ്ടെന്നും വിമലയോട് പറഞ്ഞിട്ട് അയാൾ കിടപ്പറയിലേക്ക് കയറി. അടുക്കളയൊതുക്കി വിമല കിടക്കാനായി ചെല്ലുമ്പോൾ ചന്ദ്രശേഖരൻ ജനലരികിൽ നിന്ന് സിഗരറ്റ് പുകയ്ക്കുകയാണ്. ആലോചനയോ ആത്മസംഘർഷമോ മുറുകുമ്പോഴാണ് കിടപ്പറയിലെ ഈ സിഗരറ്റ് വലിയെന്ന് വിമലയ്ക്കറിയാം. വാതിൽ ലോക്ക് ചെയ്തിട്ട് മുഷിഞ്ഞ മുഖത്തോടെ വിമല വന്ന് കട്ടിലിൻ്റെ ഒരരികിൽ കിടന്നു. പുകവലി കഴിഞ്ഞു ലൈറ്റുമണച്ച് ചന്ദ്രശേഖരൻ വന്ന് കിടന്നപ്പോൾ വിമല മറുവശത്തേക്ക് ചെരിഞ്ഞു കിടന്നു. വിദ്യ കിടന്നോ? ചന്ദ്രശേഖരൻ്റെ ചോദ്യത്തിന് വിമല വെറുതെ ഒന്ന് മൂളി. അവൾ അത്താഴം കഴിച്ചോ? വിമല മിണ്ടിയില്ല. ഉള്ളിൽ ഒരു പ്രതിഷേധം വിരമ്പുകയാണ്. വിമലെ, നിന്നോടാ ചോദിച്ചത്, എന്നോട് ചോദിക്കണ്ട. പിന്നെ ആരോട് ചോദിക്കണം? വന്നപ്പോൾ മുതൽ ഞാൻ കാണുന്നു. ഞാനെന്തോ മഹാ അപരാധം ചെയ്ത മട്ടിലുള്ള നോട്ടവും ഭാവവും. വിമല പെട്ടെന്നെ അയാൾക്ക് അഭിമുഖമായി തിരിഞ്ഞു. എന്നോട് ചോദിച്ചിട്ടാണോ ചന്ദ്രേട്ടൻ ഓരോന്ന് പറയുന്നതും? ഇന്നത്തെ ദിവസം ആ പെണ്ണ് ഒരു വക കഴിച്ചിട്ടില്ല, അറിയോ? നിർബന്ധിച്ച് കഴിപ്പിക്കണം. വേണ്ടത് വേണ്ടപ്പോൾ പറഞ്ഞു കൊടുക്കണം. അതിനാ തള്ളമാർ ഇത്ര നാളും അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. അവളുടെ മനസ്സിലെ നീറ്റിലും പുകച്ചിലും ഒരു വിധത്തിൽ കെടുത്തിക്കൊണ്ട് വന്നതാ. അങ്ങോട്ടാ കനലുവാരി വിതറിയേച്ച് ചന്ദ്രേട്ടൻ ഇറങ്ങിപ്പോയത്. വിമലയുടെ സ്വരത്തിൽ സങ്കടം കലർന്നു. പറയേണ്ടതാ ഞാൻ പറഞ്ഞത്. ഇല്ലെങ്കിലേ അവളുടെ ജീവിതം എല്ലാവരും കൂടി പന്ത് തട്ടി കളിക്കുന്നത് നമ്മൾ കാണേണ്ടി വരും. കഴിഞ്ഞതൊക്കെ മറക്കാൻ കുറച്ച് സമയം വേണ്ട ചന്ദ്രേട്ട. അതിനിടയ്ക്ക് മറ്റൊരു വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ അവൾക്കത് താങ്ങാൻ പറ്റുമോ? മാസം എത്ര കഴിഞ്ഞു അവൻ പോയിട്ട്? നമ്മളൊക്കെ അവൾക്ക് വേണ്ടി എന്തുമാത്രം ഓടി നടന്നു. എല്ലാ ദിവസവും ഓരോരോ പ്രശ്നങ്ങളാണ്. ഇനിയും അവനെ മനസ്സിൽ നിന്നെടുത്ത് കളഞ്ഞാൽ മാത്രമേ അവൾക്ക് സ്വസ്ഥത കിട്ടൂ. അതിനുള്ള ഏക പ്രതിവിധിയാണ് ഞാൻ പറഞ്ഞത്. വിമലയുടെ നോട്ടം അയാളുടെ മുഖത്ത് തറച്ചു നിന്നു. കേൾക്കുമ്പോൾ ഒരല്പം ക്രൂരമാണെന്ന് തോന്നും. പക്ഷെ നിങ്ങളൊക്കെ കുറച്ച് യാഥാർത്ഥ്യബോധത്തോടെ ചിന്തിക്കുകയും പെരുമാറുകയും വേണം. 23 വയസ്സുള്ള ഒരു പെണ്ണിന് എത്ര കാലം തനിച്ച് ജീവിക്കാൻ കഴിയും? അന്ന് കൗൺസിലിങ്ങിന് സിസ്റ്റർ പറഞ്ഞത് ഓർമ്മയില്ലേ? രാഹുലിൻ്റെ ജീവിതവും മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ വിദ്യയുടെ ഉള്ളിലുണ്ടെന്ന്. ഒന്നുകിൽ അതിനെല്ലാം ഒരു ഉത്തരം കിട്ടണം, അല്ലെങ്കിൽ അവളതെല്ലാം മനസ്സിൽ നിന്നും കളഞ്ഞണം. അതുകൊണ്ടാണോ രാഹുലിനെ കുറ്റപ്പെടുത്തി നിങ്ങൾ അവളോട് സംസാരിച്ചത്? സത്യം നമുക്കറിയാവുന്നല്ലേ ചന്ദ്രേട്ട. വിദ്യയുടെ അടുത്ത് എന്തൊരു സ്നേഹവും കരുതലുമായിരുന്നു അവന്. മനുവുമായിട്ടുള്ള ഹൃദയബന്ധം പോലും അവൾ മറന്നു കളഞ്ഞെങ്കിൽ നമുക്ക് ഊഹിക്കാമല്ലോ രാഹുലിൻ്റെ നന്മ. ചത്ത കുഞ്ഞിൻ്റെ ജാതകം നോക്കിയിട്ട് എന്തിനാ? അവനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാം മറന്നു കളയുന്നതാ ഇനി എല്ലാവർക്കും നല്ലത്. എത്ര പെട്ടെന്ന് മറക്കാൻ കഴിയുമോ? യന്ത്രമൊന്നും അല്ലല്ലോ, മനുഷ്യരല്ലേ. മാസം ഇത്രയായിട്ടും അവൻ മരിച്ചു എന്ന് വിശ്വസിക്കാൻ പോലും എനിക്ക് വയ്യ. അപ്പോൾ അവളുടെ അവസ്ഥയോ? ചന്ദ്രശേഖരൻ മിണ്ടിയില്ല. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഒരു നെടുനിശ്വാസം വിമലയിൽ നിന്ന് അടർന്നു വീണു. എനിക്ക് തോന്നുന്നത് ആരോ അവനെ അപകടപ്പെടുത്തിയെന്നാ ചന്ദ്രേട്ട.
ചന്ദ്രശേഖരൻ ഞെട്ടലോടെ ഭാര്യയെ നോക്കി. അതെന്താ പെട്ടെന്ന് ഇപ്പം അങ്ങനെയൊന്നും തോന്നാൻ? പെട്ടെന്നൊന്നുമല്ല, ആദ്യം മുതലേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതൊന്നും ചിന്തിച്ചെടുക്കാനോ പറയാനോ ഉള്ള മാനസികാവസ്ഥ അല്ലായിരുന്നതുകൊണ്ട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഒരു കാരണവുമില്ലാതെ ആത്മഹത്യ ചെയ്യാൻ അവനെന്താ വല്ല മനോരോഗമുണ്ടോ? ചെറിയ കാര്യങ്ങൾ പോലും നല്ലപോലെ ആലോചിച്ചുറച്ച് ചെയ്യുന്ന സ്വഭാവക്കാരനല്ലായിരുന്നു അവൻ. എല്ലാ വഴിയും അടഞ്ഞു എന്ന് ബോധ്യം വരാതെ മരണക്കുരുക്കെടുത്ത് കഴുത്തിലിടാൻ അവൻ നിശ്ചയിക്കുമോ? പോലീസും ഡോക്ടേഴ്സും ഒക്കെ അത്ര വിഡ്ഢികളാണോടി? ശാസ്ത്രീയ വശങ്ങളും സാഹചര്യ തെളിവുകളും ഒക്കെ പലതവണ പരിശോധിച്ചിട്ടല്ലേ അവരൊരു മരണം ആത്മഹത്യയാണെന്ന് തീരുമാനിക്കുക? എല്ലാവരും മനുഷ്യരല്ലേ, തെറ്റുകൾ പറ്റാലോ. വെറുതെ ഓരോന്ന് ചിന്തിച്ച് കാട് കയറണ്ട, എല്ലാം മറക്കുക. ഇപ്പോൾ തിരുവല്ലക്കാർ തന്നെ ആ ഒരു അവസരം സൃഷ്ടിച്ചു തന്നേക്കുക. ആ വീടും വീട്ടുകാരുമായി എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെട്ട് കഴിഞ്ഞു. ക്രമേണ വിദ്യയും അംഗീകരിച്ചോളൂ. മറ്റൊരു വിവാഹമെന്ന നിബന്ധനയിൽ നമ്മളിപ്പോൾ മുറുകെ പിടിച്ച കുറച്ച് കഴിയുമ്പോൾ അവൾക്ക് സമ്മതം പറയാതെ നിവൃത്തിയില്ലാതാവും. പുതിയൊരു ജീവിതത്തോടും കാലക്രമേണ അവൾ ഇണങ്ങിക്കൊള്ളും. മറ്റൊരു വിവാഹം വേണ്ടത് തന്നെയാണ്. പക്ഷെ ഇത്ര പെട്ടെന്നല്ലല്ലോ. ഒരു വർഷത്തിനുള്ളിൽ തയ്യാറെടുക്കാൻ അവൾക്ക് വേണ്ടത്ര സമയം നമ്മൾ കൊടുക്കും. ആലോചിച്ച് നോക്കിയപ്പോൾ ചന്ദ്രശേഖരൻ്റെ തീരുമാനം ശരി തന്നെയെന്ന് വിമലയ്ക്കും തോന്നി. മറക്കാനുള്ളവ എത്രയും പെട്ടെന്ന് മറക്കുക. വിദ്യയുടെ ഭാവിക്കും അതുതന്നെയാണ് നല്ലത്. പക്ഷെ മറ്റൊരു ചിന്ത അതോടെ തലപൊക്കുകയായി. കാര്യമൊക്കെ ശരി തന്നെ, വിദ്യമോൾക്ക് പറ്റിയ ഒരു ചെറുക്കനെ നമ്മൾ കണ്ടുപിടിക്കണ്ടേ? ഇനിയിപ്പോൾ ഒരു രണ്ടാം വിവാഹക്കാരനെ കിട്ടൂ. ഭാര്യ മരിച്ചവനോ വിവാഹമോചിതനോ മക്കളുള്ളവനോ അങ്ങനെ ഏതെങ്കിലും രണ്ടാം നമ്പറുകാർ. പഴയതുപോലെ നല്ലൊരു ജീവിതമാകും അത്. നന്മയെന്ന് കരുതി തിന്മയാണ് നമ്മൾ അവൾക്ക് തേടിക്കൊടുക്കുന്നതെങ്കിലും. വിമലയുടെ ആശങ്ക അസ്ഥാനത്തല്ലെന്ന് ചന്ദ്രശേഖരന് മനസ്സിലായി. അയാൾ മറുപടി പറയാതെ നേരെ കിടന്നു. നോട്ടം സീലിങ്ങിലേക്കായി. അവളോട് അവൻ എന്തൊരു സ്നേഹമായിരുന്നു. അതിന് പകരം അതിലും താഴ്ന്ന ഒരാളെ വെച്ച് നീട്ടിയ വിദ്യ അയാളെ സ്നേഹിക്കുമോ? വിമല ആശങ്കയോടെ തിരക്കി. നമുക്ക് നോക്കാം, ചന്ദ്രശേഖരൻ വെറുതെ പറഞ്ഞു. ചില സ്നേഹങ്ങൾക്ക് പകരമാകാൻ മറ്റൊന്നിനും കഴിയില്ലല്ലോ എന്ന് അയാൾ ആശങ്കയോടെ ചിന്തിച്ചു. ഉറക്കം വരാതെ കിടക്കുമ്പോൾ മറ്റൊരു ചിന്ത കൂടി എങ്ങനെയോ കയറി വന്നു. കാലമേറെ കഴിഞ്ഞാലും മായാത്ത ചില സ്നേഹങ്ങൾ കൂടിയില്ലേ? വിഷാദ സമുദ്രത്തെ ഒളിപ്പിച്ചു നിർത്തിയ രണ്ട് കണ്ണുകളുടെ ഉടമയെ അയാൾക്ക് ഓർമ്മ വന്നു, മനുപ്രസാദിനെ. എന്തുകൊണ്ട് ചന്ദ്രശേഖരൻ്റെ മനസ്സിനൊരു ഉണർവ് അനുഭവപ്പെട്ടു. അശരണരും ആലംബഹീനരും എൻ്റെ അടുത്തേക്ക് വരൂ എന്നെഴുതിയ കോൺക്രീറ്റ് ഫലകത്തിൻ്റെ മുകളിലായി വിരിഞ്ഞ കരങ്ങളോടെ നിൽക്കുന്ന ക്രിസ്തുദേവൻ്റെ പ്രതിമ. കറുത്ത ബോർഡിലെ വെളുത്ത അക്ഷരങ്ങൾ. ബദേൽ ആശ്രമം. ഓട്ടോറിക്ഷയിൽ നിന്നും ആശ്രമ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴും വിദ്യ കണ്ടത് വാഗമരങ്ങളാണ്. ശിഖരങ്ങളാകെ ചുവന്ന പൂക്കൾ വിടർന്നു നിൽക്കുന്ന രണ്ട് വാഗകൾ. അവയുടെ ചോട്ടിലെ കോൺക്രീറ്റ് ബെഞ്ചിലിരുന്ന് ഒരു വൃദ്ധ കാറ്റുകൊള്ളുന്നുണ്ടായിരുന്നു. ഓട്ടോ പറഞ്ഞയച്ചിട്ട് പാർലറിലേക്ക് കയറിയ വിദ്യ അവിടെ കണ്ട പെൺകുട്ടിയോട് സിസ്റ്റർ ജോസഫൈൻ എവിടെയെന്ന് അന്വേഷിച്ചു. തുന്നൽ യന്ത്രങ്ങളുടെ കടകട നിശബ്ദം നിരന്തരം മുഴങ്ങിക്കൊണ്ടിരുന്ന ഒരു നീളൻ ഹാളിൻ്റെ മുൻപിൽ വിദ്യയെ കൊണ്ടുചെന്ന് നിർത്തിയിട്ട് പെൺകുട്ടി മടങ്ങിപ്പോയി. ഹാളിനകത്തു നിന്നും സിസ്റ്റർ ജോസഫൈൻ ഇറങ്ങി വന്നു. നേരത്തെ എത്തിയോ? 12:30 എന്നല്ലേ ഞാൻ പറഞ്ഞത്? ജോസഫൈൻ ചോദിച്ചു. 12 മണി കഴിഞ്ഞു, വിദ്യ പറഞ്ഞപ്പോൾ സിസ്റ്റർ വാച്ചിലേക്ക് നോക്കി. ശരിയാ, പക്ഷേ ഇവിടെ ക്ലാസ് കൃത്യം 12:30 വരെയാണ്. വിദ്യ പാർലറിൽ ഇരിക്കൂ, ഞാൻ അങ്ങോട്ട് വരാം. വിദ്യ അനുസരിച്ചു. 12:30 ആയപ്പോൾ സിസ്റ്റർ വിദ്യയെ തേടി വന്നു. ക്ഷമിക്കണം, ക്ലാസ് മുടക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. കാത്തിരുന്ന് മുഷിഞ്ഞോ? സാരമില്ല സിസ്റ്റർ, എനിക്ക് അത്യാവശ്യമായതുകൊണ്ടാണ്. തിരക്കാണെന്ന് പറഞ്ഞിട്ടും ഇന്ന് തന്നെ വന്നത്. പല പ്രായത്തിലുള്ള ആളുകൾ മുറിയിൽ നിന്നിറങ്ങി പാർലറിലൂടെ കടന്ന് ഭക്ഷണം കഴിക്കാനായി പോകുന്നുണ്ടായിരുന്നു. നമുക്ക് പുറത്തിരിക്കാം, ഇവിടെ ലഞ്ച് ടൈം കഴിയുന്നത് വരെ തിരക്കായിരിക്കും. വാഗമരച്ചോട്ടിലെ കോൺക്രീറ്റ് ബെഞ്ച് ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. സിസ്റ്റർ വിദ്യയും കൂട്ടി അവിടേക്ക് ചെന്നിരുന്നു. പുതിയ സംഭവ വികാസങ്ങൾ വിദ്യ അവരെ പറഞ്ഞു കേൾപ്പിച്ചു. പലതും വിവരിക്കുന്നതിനിടയിൽ അവളുടെ ശബ്ദമിടറുകയും കണ്ണ് നിറയുകയും ചെയ്തുകൊണ്ടിരുന്നു. പറഞ്ഞു കഴിഞ്ഞ് സ്വയം ആശ്വസിക്കാനുള്ള സമയം സിസ്റ്റർ അവൾക്ക് അനുവദിച്ചു കൊടുത്തു. ഒടുവിലവർ കരുണയോടെയും വാത്സല്യത്തോടെയും അവളെ നോക്കി. ഈ പ്രതിബന്ധങ്ങളൊക്കെ നീ തരണം ചെയ്തേ മതിയാവും. രാഹുലിൻ്റെ വീട്ടുകാർക്ക് നിന്നെ വേണ്ട. നിന്റെ മാതാപിതാക്കൾക്ക് നിന്നെ എല്ലാ കാലവും സംരക്ഷിക്കാനും കഴിയില്ല. ഒരു പുതിയ ജീവിതത്തിൽ നിനക്ക് പ്രവേശിച്ചല്ലേ പറ്റൂ. പുതിയ ജീവിതം എന്ന് പറഞ്ഞാൽ ഉടനെ മനസ്സിനെ ഒരിടത്ത് നിന്നിളക്കി വേറെടുത്ത് കൊണ്ടുപോയി നടാൻ പറ്റുമോ? ഇത് മുറ്റത്ത് നട്ടുവളർത്തിയ ചെടിയൊന്നുമല്ലല്ലോ.
സിസ്റ്റർ ജോസഫൈൻ പുഞ്ചിരിച്ചു. ആണെന്ന് കരുതിയാൽ ഒരു വ്യത്യാസമില്ല. ഒരു ചെടി പോലെ തന്നെയാണ് മനസ്സും. ദിവസങ്ങൾ കഴിയുമ്പോൾ പുതിയ ഇടവുമായിട്ട് ഇണങ്ങും, പുതിയ വേരുകൾ കിളിർക്കും, പൂമുട്ടുകൾ വിരിയും. അല്പം വേദന സഹിച്ചാണെങ്കിലും പഴയ മണ്ണിൽ നിന്ന് ഇളകി മാറാൻ നമ്മൾ തയ്യാറാകണമെന്ന് മാത്രം. വിദ്യ നിഷേധാർത്ഥത്തിൽ തലയിളക്കി. എനിക്ക് പറ്റില്ല. അങ്ങനെ എളുപ്പത്തിൽ പറഞ്ഞു പോരുന്ന മനസ്സും ഹൃദയമൊന്നും അല്ല എൻ്റേത്. അച്ഛനോടൊന്ന് സിസ്റ്റർ സംസാരിക്കുമോ? എനിക്ക് വേണ്ടി സംസാരിക്കാൻ വേറെ ആരുമില്ല. പറയുന്നതനുസരിച്ച് രാഹുലിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൊള്ളണമെന്ന ഭീഷണി. അവിടെ എനിക്ക് ആരുമില്ലെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ. ഞാനെന്ത് ചെയ്യും? എനിക്കറിയില്ല. എന്നെ സഹായിക്കണം. വിദ്യയുടെ കണ്ണുകളിൽ നിന്നും നീർമണികൾ അടർന്നു. വിഷമിക്കാതെ, നിന്റെ അച്ഛനല്ലേ, വേണ്ടത്ര സമയം നിനക്കനുവദിച്ച് തരാതിരിക്കില്ല. പക്ഷെ ഒരു കാര്യം ഓർമ്മയിൽ വെക്കണം. നങ്കൂരമുറപ്പിക്കാൻ ഒരിടമില്ലാതെ നിനക്ക് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അത് കാണിച്ചു തരാൻ അച്ഛൻ ശ്രമിക്കുമ്പോൾ ആലോചനയില്ലാതെ നീ മുഖം തിരിച്ചു പിടിക്കരുത്. സിസ്റ്ററും എന്നെ കൈയൊഴുകയാണ്. ഒരിക്കലുമല്ല. കാര്യങ്ങൾ നിന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നേ ഉള്ളൂ. നിന്റെ മനസ്സ് നേരെയാകാനും ഒരു തീരുമാനമെടുക്കാനും ആവശ്യമുള്ളത്ര സമയം ഞാൻ നിനക്ക് അനുവദിച്ച് കിട്ടേണ്ടതാണ്. ധൃതി പിടിച്ച് നീ ആരുടെയും നിർബന്ധങ്ങൾക്ക് വഴങ്ങണമെന്നല്ല പറയുന്നത്. പക്ഷേ മുൻപിൽ തെളിയുന്ന എല്ലാ വഴികളും നമ്മൾ ആഗ്രഹിക്കുന്ന കാലം വരെ തുറന്നു തന്നെ കിടക്കുമെന്ന് വിചാരിക്കാതിരിക്കുക. എത്രയും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കണം. മുൻപോട്ട് വരണം. സിസ്റ്റർ ജോസഫൈൻ പറഞ്ഞു നിർത്തി. വിദ്യയുടെ നോട്ടം ഒരു നിമിഷം സിസ്റ്ററിൻ്റെ മുഖത്ത് തങ്ങി. പിന്നെ നിരാശയോടെ അവൾ മുഖം താഴ്ത്തിക്കളഞ്ഞു. കാറ്റിൽ ഇടയ്ക്കിടെ വാഗപ്പൂവുകൾ കൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു. താളുങ്കൽ ദേവി ക്ഷേത്രത്തിൽ തൊഴുത് പ്രസാദവുമായി ഇന്ദുമതി തിരിച്ചെത്തുമ്പോൾ മനു ഇൻ്റർവ്യൂവിന് പോകാൻ തയ്യാറായി കഴിഞ്ഞിരുന്നു. ബാംഗ്ലൂരിൽ അവൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആഷിമ സേവ്യാർ എന്ന സഹപ്രവർത്തകയാണ് പുതിയ ജോലിക്കായി വേണ്ട ഏർപ്പാടുകൾ ചെയ്തിരിക്കുന്നത്. മോഡിയായി വേഷം ധരിച്ച് പ്രസരിപ്പോടെ മനു ബയോഡാറ്റയും സർട്ടിഫിക്കറ്റുകളും അടങ്ങിയ ഫയലുമായി ഇറങ്ങി വന്നപ്പോൾ ഇന്ദുമതിക്ക് കണ്ണു നിറഞ്ഞു. അവർ ഇലച്ചീന്തിൽ നിന്നും പ്രസാദം തൊട്ടെടുത്ത് മകൻ്റെ നെറ്റിയിൽ അണിയിച്ചു. എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് അവനെ ഇത്ര മിടുക്കനായി കാണുന്നത്. ദേ, കണ്ണീരും കാണിച്ചുകൊണ്ടാണോ ഒരു നല്ല കാര്യത്തിന് അയക്കുന്നത്? മനു കപട ദേഷ്യത്തോടെ ചോദിച്ചു. ഇന്ദുമതി കണ്ണുകളൊപ്പി. നീ ആഷിമയെ വിളിച്ചിരുന്നോ? ഉവ്, ചങ്ങനാശ്ശേരിയിൽ നിന്ന് കാഞ്ഞിരപ്പള്ളിയിലോട്ട് അവളും വരുന്നുണ്ട്. എങ്കിൽ താമസിക്കണ്ട, പൊയ്ക്കോ. ഇന്ദുമതി അനുഗ്രാശസ്സുകളുടെ മകനെ യാത്രയാക്കി. മനുപ്രസാദ് ബൈക്കിൽ കയറി സ്റ്റാർട്ടാക്കി ഓടിച്ചുപോയി. അന്ന് ഇന്ദുമതി ഓരോ ജോലിക്കിടയിലും മനുവിൻ്റെ ഉദ്യോഗകാര്യം ശരിയാകണമെന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഇടയ്ക്ക് കാറിൻ്റെ ഹോണടി കേട്ട് അവർ മുൻവശത്തേക്ക് ഇറങ്ങി വന്നു. ഗേറ്റ് കടന്ന് ചന്ദ്രശേഖരൻ്റെ കാറ് മുറ്റത്തെത്തി നിൽക്കുന്നത് കണ്ടപ്പോൾ ഇന്ദുമതിക്ക് ആശ്ചര്യമായി. എത്രയോ നാളുകൾക്ക് ശേഷമാണ് ചന്ദ്രേട്ടൻ ഇവിടേക്ക് വരുന്നത്. വിദ്യാലക്ഷ്മിയെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുവരുന്ന ചടങ്ങിന് ചെല്ലാൻ തന്നെ ക്ഷണിച്ചതുപോലും ഫോണിലൂടെയായിരുന്നു. താളുങ്കൽ ക്ഷേത്രത്തിൽ വെച്ച് നേരിട്ട് കണ്ടപ്പോൾ വീട്ടിലേക്ക് വരാനുള്ള വൈമനസ്യത്തിൻ്റെ കാരണം സൂചിപ്പിക്കുകയുണ്ടായി. ഇവിടെ വന്ന മനുവുമായി കാണേണ്ടി വരും. അന്നത്തെ സാഹചര്യത്തിൽ രണ്ടുപേർക്കും അത് ഈർച്ചയുണ്ടാക്കുമായിരുന്നു. ചന്ദ്രശേഖരൻ്റെ കാറിൻ്റെ ഡോർ തുറന്ന് ഇറങ്ങുമ്പോഴേക്കും ഇന്ദുമതി മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു. സൈഡ് സീറ്റിൽ നിന്നെടുത്ത കനമുള്ള കവറുകൾ ചന്ദ്രശേഖരൻ സഹോദരിയെ ഏൽപ്പിച്ചു. കുറച്ചു നാൾ കൂടി വരുമല്ലേ, വെറും കൈയോടെ ആകണ്ടെന്ന് കരുതി. ഇതൊന്നും ഇല്ലാതെ ഏട്ടന് വരാലോ, ഈ പടി കയറിയത് തന്നെ സന്തോഷം. ഇന്ദുമതി തെളിമയോടെ ചിരിച്ചു. ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് വന്നിരുന്നേ ഞാൻ ഊണൊരുക്കി വെച്ചേനെ. ഇതിപ്പം മനുവില്ലാതെ പോയി. ഇത്തിരി മീൻ വാങ്ങാൻ പോലും നിവൃത്തിയില്ലല്ലോ. ഒരു ചായ കിട്ടുമോ? പാലൊഴിച്ചില്ലെങ്കിലും വിരോധമില്ലേ? ചന്ദ്രശേഖരൻ തമാശ രൂപേണ പറഞ്ഞിട്ട് വീടിനും പരിസരങ്ങൾക്കും നേരെ നോട്ടം പറഞ്ഞു. ഇവിടെ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ലല്ലോ എന്തിയു. എല്ലാം ഞാൻ അവസാനം കണ്ടതുപോലെ തന്നെ. ഒരു വിഷാദസ്മരണയിൽ ഇന്ദുമതിയുടെ മുഖം മങ്ങി. ഏട്ടൻ അവസാനം വന്നു മടങ്ങിയപ്പോൾ നിശ്ചലമായി പോയതല്ലേ ഇവിടെയുള്ളവരുടെ മനസ്സും ജീവിതവും എന്ന മറുപടി അവർ പറഞ്ഞില്ല. അകത്തേക്ക് പോയേട്ടാ. അവർ കവറുകളുമായി തിരിഞ്ഞു നടന്നു. ചന്ദ്രശേഖരനും വീടിനുള്ളിലേക്ക് ചെന്നു. അയാളെ ഹാളിലെ സോഫയിലിരുത്തിയിട്ട് ഇന്ദുമതി ചായ തിളപ്പിക്കാനായി പോയി. അടുക്കളയുടെ നിശബ്ദതയിൽ പഴയ ഓർമ്മകൾ കയറിവന്ന് അവരുടെ മനസ്സിനെ ഞെരുക്കി. 1.5 വർഷം മുൻപ് അവസാനമായി ചന്ദ്രേട്ടൻ ഇവിടേക്ക് വന്നത് ശോഭിച്ച മുഖത്തോടെയായിരുന്നു. മുണ്ടക്കയത്തെ ശ്രീധരൻ ഗണകൻ വിദ്യാലക്ഷ്മിയുടെയും മനുപ്രസാദിൻ്റെയും ജാതകങ്ങൾ പരിശോധിച്ച് പാപസാമ്യവും വൈധവ്യ യോഗവും കണ്ടെത്തുകയും ആ വിവാഹാലോചന അലസി നിൽക്കുകയും ചെയ്യുന്ന സമയമായിരുന്നത്. മനുപ്രസാദ് വിദ്യയെ വിളിച്ചിറക്കി കൊണ്ടുപോയി
രജിസ്റ്റർ വിവാഹം നടത്താൻ പദ്ധതിയിടുന്നുണ്ടെന്ന് വിവരമറിഞ്ഞതിനെ തുടർന്ന് ചന്ദ്രഹാസം ഇളകിയുള്ള വരവായിരുന്നത്. ജ്യോത്സ്യവിധിയെ വെല്ലുവിളിച്ച് ഒരുമിച്ച് ജീവിക്കാനുള്ള കുട്ടികളുടെ തീരുമാനം ഈശ്വര നിഷേധമാണെന്നും അതിന് കൂട്ടുനിൽക്കാനാണ് തൻ്റെ തീരുമാനമെങ്കിൽ കണ്ണീര് കുടിക്കേണ്ടി വരുമെന്നും ചന്ദ്രേട്ടൻ ഭീഷണി മുഴക്കി. തൻ്റെ മനസ്സ് സ്നേഹപക്ഷത്തായിരുന്നു. 10-7 പൊരുത്തവും തികഞ്ഞ ജീവിതം ആരംഭിച്ച താൻ അച്ചുവേട്ടനൊപ്പം 7 വർഷം തികച്ച് ജീവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മനപ്പൊരുത്തത്തേക്കാൾ വലിയ ജാതക പൊരുത്തത്തിലൊന്നും വിശ്വാസമില്ലായിരുന്നു. താനത് തുറന്നു പറഞ്ഞപ്പോൾ ചന്ദ്രേട്ടൻ കൂടുതൽ ശോഭിച്ചു. നിന്റെ ജാതകത്തിലെങ്കിലും ദോഷം കാണാതെ കിടന്നതാവും. അത് പറഞ്ഞ് മനുവിൻ്റെയും വിദ്യയുടെയും ജീവിതം ഏതെങ്കിലും വഴിക്ക് പോയിക്കോട്ടെ എന്ന് വിചാരിക്കരുത്. നിന്റെ ഭർത്താവിനെ പോലെ പകുതിയിൽ ആയുസറ്റ് മകനും പോകണമെന്നാണോ ആഗ്രഹം? മൂർച്ചയുള്ള ആ വാക്കുകൾ ഹൃദയത്തെ മുറിവേൽപ്പിക്കുക തന്നെ ചെയ്തു. ഒരു ദുർവിധി മനുവിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെക്കുറിച്ച് ഓർക്കാൻ വയ്യ. ജ്യോത്സ്യവിധി ലംഘിച്ച് ഈ വിവാഹം നടത്തുന്നതിൽ നിന്നും മനുവിനെയും വിദ്യയും പിന്തിരിപ്പിച്ചില്ലെങ്കിൽ താൻ ജീവനെടുക്കുമെന്ന് പോലും ചന്ദ്രേട്ടൻ വെല്ലുവിളിച്ചു. പറഞ്ഞ വാക്ക് ഉറപ്പിക്കുന്നത് പോലെ കൈനീട്ടി തൻ്റെ നെറുകയിൽ തൊട്ട് മരിച്ചുപോയ അച്ഛനമ്മമാരുടെ പേരിൽ ആണയിടുകയും ചെയ്തു. അതോടെയാണ് താൻ നിസ്സഹായായത്. ചെറുപ്പം മുതലുള്ള കുട്ടികളുടെ ഇഷ്ടമെന്ന വാത്സല്യത്തിനും ആഗ്രഹത്തിനും മേതെ ഏട്ടൻ്റെ ജീവനെന്ന വെല്ലുവിളി കനത്തു നിന്നു. മനുവിനെ പറഞ്ഞ് പിന്തിരിപ്പിക്കുക അസാധ്യമായിരുന്നു. വിദ്യയായിരുന്നു പിന്നെയും ദുർബല. അവളെ പിന്തിരിപ്പിക്കേണ്ടി വന്നത് ഇന്നും ദുസ്സഹമായൊരു ആത്മപീഡ പോലെ മനസ്സിന് നീറ്റുന്നുണ്ട്. സംസാരിക്കുവാനായി അവളുടെ മുറിയിലെത്തിയ തൻ്റെ മുമ്പിൽ അപേക്ഷയോടെയാണ് വിദ്യ നിന്നത്. ഇന്ദു അമ്മയെങ്കിലും ഞങ്ങളുടെ കൂടെ നിൽക്കണേ. മനുവേട്ടനല്ലാതെ വേറൊരാൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നത് ഓർക്കാൻ പോലും വയ്യ. ഈ പൊരുത്തക്കുറവൊക്കെ വെറുതെയാണെന്ന് ജീവിതം കൊണ്ട് ഞങ്ങൾ തെളിയിക്കാം. ആത്മാർത്ഥ സ്നേഹത്തെ പിരിച്ചു കളയാൻ ഒരു ഈശ്വരനും കൂട്ടുനിൽക്കില്ല. നിങ്ങളെല്ലാവരും ചേർന്ന് ഞങ്ങളെ പിരിക്കല്ലേ. അന്ന് അവളുടെ കണ്ണീരും യാതനയും കണ്ടില്ലെന്ന് നടിക്കേണ്ടി വന്നു. താൻ കൂട്ടുനിന്നാൽ മാത്രം നടക്കേണ്ട ഒരു ബന്ധമായിരുന്നു അതെന്നറിഞ്ഞിട്ടും മനസ്സിനെ കല്ലാക്കി പിന്തിരിഞ്ഞു നടക്കേണ്ടി വന്നു ഏട്ടന് വേണ്ടി. അതിൻ്റെ പക ഇപ്പോഴും വിദ്യയുടെ മനസ്സിലുണ്ടെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇന്ദു വിളിയൊച്ച കേട്ട് ഞെട്ടലോടെ ഇന്ദുമതി തിരിഞ്ഞു നോക്കി. ചന്ദ്രശേഖരൻ അടുക്കളവാതിലിനരികിൽ നിൽക്കുന്നു. നീ ഇതെന്താലോചിച്ച് നിൽക്കുക? അങ്ങോട്ട് വാ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ചായയൊന്നും വേണമെന്നില്ല, ഇപ്പോൾ വരാം. ഇന്ദുമതി പറഞ്ഞപ്പോൾ ചന്ദ്രശേഖരൻ പിന്തിരിഞ്ഞു. ചായം എടുത്തുകൊണ്ടാണ് ഇന്ദുമതി ഹാളിലേക്ക് ചെന്നത്. മനു എവിടെ പോയി? ചായക്കപ്പ് വാങ്ങുമ്പോൾ ചന്ദ്രശേഖരൻ താല്പര്യത്തോടെ തിരക്കി. കാഞ്ഞിരപ്പള്ളി വരെ ഒരു ജോലിക്കാര്യത്തിന്. ഏതെങ്കിലും പത്രത്തിൽ തന്നെയാണോ? അതെ, അവൻ്റെ ഒരു കൂട്ടുകാരിയുടെ പരിചയത്തിലുള്ള ഏജൻസി വഴിയാണ്. എന്തായാലും നന്നായി. ജേർണലിസം കോഴ്സ് നല്ല രീതിയിൽ പാസ്സായവനല്ലേ, വെറുതെ നിൽക്കണ്ടല്ലോ. ചന്ദ്രശേഖരൻ ഒരു കവിൾ ചായ കുടിച്ചു. എനിക്ക് നിന്നോട് കാര്യം ചോദിക്കാനുണ്ട്. എവിടെ തുടങ്ങണമെന്നോ എങ്ങനെ പറയണമെന്നോ അറിയില്ല. ഇതൊരു ആലോചനയാണ്. നീയും മനും വേണ്ടത്ര ക്ഷമയോടും അലിവോടും കൂടി പരിഗണിക്കേണ്ട ഒരു വിവാഹാലോചന. ഇന്ദുമതിക്ക് ഒരു ഉൾഭയം അനുഭവപ്പെട്ടു. അവസാനമായി ഏട്ടൻ വന്ന് മടങ്ങിയത് ഒരുപാട് വേദനിപ്പിച്ചിട്ടാണ്. ഇപ്പോൾ വീണ്ടും വേദനിപ്പിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നതെന്ന് അവർക്ക് തോന്നി. സെറ്റിയുടെ അരികിൽ ഇന്ദുമതി മുറുകെ പിടിച്ചു. ഇനിയും വേദനിക്കാൻ അവർക്ക് ശക്തിയുണ്ടായിരുന്നില്ല. അധ്യായം 10. റെസ്റ്റോറൻറ്റിൽ തിരക്കുള്ള സമയമായിരുന്നു. താഴ്ന്ന ശബ്ദത്തിൽ ഏതോ പാശ്ചാത്യ സംഗീതം അന്തരീക്ഷത്തിൽ അലയടിച്ചു കൊണ്ടിരുന്നു. വെയിറ്റർ ഓർഡറും എടുത്ത് മടങ്ങിയപ്പോൾ ആഷിമ സേവ്യർ വീണ്ടും മനുപ്രസാദിൻ്റെ മുഖത്തേക്ക് നോക്കി. അവിടെ ദേഷ്യം പൂർണ്ണമായും മാഞ്ഞിട്ടില്ല. വിട്ടുകളമാഷേ, പറ്റിച്ചതിലുള്ള പ്രായച്ചിത്തമായി സ്പെഷ്യൽ ഹൈദരാബാദ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ആഷിമ ക്ഷമാപണ സ്വരത്തിൽ പറഞ്ഞപ്പോൾ മനുപ്രസാദ് നീരസത്തോടെ നോക്കി. നീ ചെയ്തത് വൻ ചതിയായിപ്പോയി. രാവിലെ കുളിച്ചൊരുങ്ങി വണ്ടിയും ഓടിച്ച് ഇവിടെ വരെ വന്നു കഴിഞ്ഞപ്പോൾ ഇൻ്റർവ്യൂവും നിൻ്റെ അപ്പൻ്റെ സ്പെഷ്യൽ റെക്കമെൻഡേഷനും എല്ലാം വെറും ബ്ലണ്ടർ. പെണ്ണായിപ്പോയി നീ. ഇല്ലേ ചെകിടത്തൊന്ന് തന്നേനെ ഞാൻ. അമ്മയോട് ഇനി എന്തു പറയും ഞാൻ? അത്ര ആത്മരക്ഷ കള്ളേണ്ട കാര്യമൊന്നുമില്ലടോ. ഇതിനു മുമ്പ് നിൻ്റെ മോന്തക്കിട്ടൊന്ന് തരണമെന്ന് തോന്നുന്ന 1 ഡസൻ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടല്ലോ. അന്നൊക്കെ ഞാൻ ക്ഷമിച്ചില്ലേ. ഇത്തവണ നീയും മാപ്പാക്ക്. രാവിലെ ഞാൻ വിളിച്ചതല്ലേ. ഒരു ജോലി അത്യാവശ്യത കൊണ്ടാണ് വരുന്നതെന്ന് നിനക്ക് ബോധ്യപ്പെട്ടില്ലേ? എന്നിട്ടും ഇവിടെ വരെ വരുത്തി മെനക്കെടുത്തണമായിരുന്നു. മുഖത്തേക്ക് പാറി വീണ സിൽക്ക് നാരുകൾ പോലെയുടെ മുടിയിഴലുകൾ വിരലാൽ കോതി ചെവിക്ക് പിന്നിലേക്ക് വെച്ചു ആഷിമ. കൂൾ മാൻ, നിന്റെ മാറ്റം എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയല്ലോ. ഇല്ലെങ്കിൽ ഞാൻ വിചാരിച്ചനെ കള്ളും പുകയും കൂടി നിന്നെ തിന്നു തീർത്ത് കാണുമെന്ന്. കഴിഞ്ഞ തവണത്തെ ഇൻ്റർവ്യൂ ഓർമ്മയുണ്ടല്ലോ അല്ലേ?
നീ കാരണം ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാടോ ഞാൻ? പറ്റിയ അബദ്ധം ആവർത്തിക്കാതിരിക്കാൻ ഒന്ന് പരീക്ഷിച്ചു, അത്ര തന്നെ. മനുപ്രസാദ് നിശബ്ദനായി. ആഷിമ പറഞ്ഞതിലും ന്യായമുണ്ടായിരുന്നു. അവളുടെ അച്ഛൻ്റെ പരിചയത്തിലുള്ള ഒരു പത്രസ്ഥാപനത്തിൽ സ്പെഷ്യൽ റെക്കമെൻഡേഷനിലൂടെ മനുവിന് 7 മാസം മുൻപ് ആഷിമ ജോലി ശരിയാക്കിയതായിരുന്നു. കൂട്ടിക്കലിലെ വീട്ടിലെത്തി നിർബന്ധം ചെലുത്തി മനുപ്രസാദിനെ കൊണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യിക്കാമെന്ന് സമ്മതിപ്പിച്ചതുമാണ്. ബാംഗ്ലൂരിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന കാലം മുതൽ മനുപ്രസാദുമായി ഉണ്ടായിരുന്ന അടുത്ത സൗഹൃദമാണ് ആഷിമയെ അതിന് പ്രേരിപ്പിച്ചത്. മനുപ്രസാദ് വിദ്യാലക്ഷ്മിയുമായി ഉണ്ടായിരുന്ന ഗാഢമായ പ്രണയത്തകർച്ചയ്ക്കും സാക്ഷ്യം വഹിച്ചവളായിരുന്നു ആഷിമ. വിദ്യാലക്ഷ്മിയെ മറ്റൊരാളെ വിവാഹം കഴിച്ചതോടെ തകർന്ന മനസ്സുമായി ബാംഗ്ലൂരിലെത്തിയ മനുപ്രസാദിനെ സാന്ത്വനിപ്പിക്കാൻ ആഷിമ പരമാവധി ശ്രമിച്ചിരുന്നു. മനുവിൻ്റെ തകർച്ച വലുതായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞതോടെ അവൻ കണ്ടെത്തിയ ലഹരി ഇടങ്ങളിൽ നിന്നും മോചിപ്പിച്ചെടുക്കാനായി ആഷിമയുടെ ശ്രമം. മനുപ്രസാദ് മദ്യത്തിനും സിഗരറ്റിനും അപ്പുറം മറ്റു പല ലഹരികളിലേക്കും വഴുതി വീണു തുടങ്ങിയെന്നറിഞ്ഞതോടെ അവനെ ബാംഗ്ലൂരിൽ നിന്നും മാറ്റാൻ ആഷിമ തീരുമാനിച്ചു. അന്നവൾ ഇന്ദുമതിയെ ഫോണിൽ വിളിച്ച് ഒരു കാര്യം ആവശ്യപ്പെട്ടു. മനുവിന് ഇങ്ങനെയൊരു അവസ്ഥയിൽ ജോലിയിൽ തുടരാനാവില്ല. എങ്ങനെയും ഞാൻ അവനെ നാട്ടിലേക്ക് കയറ്റിവിടാം. അമ്മ അവനെ ഇവിടേക്ക് തിരിച്ചു വരാൻ അനുവദിക്കരുത്. ഇനിയും ബാംഗ്ലൂർ പോലൊരിടത്ത് നിന്നാൽ അമ്മയ്ക്കവനെ എന്നേക്കുമായി നഷ്ടപ്പെടും. നിർബന്ധിച്ചും ശകാരിച്ചും വഴക്കിട്ടും നാട്ടിലേക്കുള്ള ട്രെയിനിൽ മനുവിനെ കയറ്റിവിട്ട് ആഷിമ വാക്കുപാലിച്ചു. ഇന്ദുമതി കർശനമായി തടഞ്ഞതോടെ മനുപ്രസാദിന് ബാംഗ്ലൂരുവിലെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നു. ഇടയ്ക്ക് നാട്ടിലെത്തുമ്പോഴൊക്കെ മനുവിനെ കാണാനും സൗഹൃദം തുടരാനും ആഷിമ ശ്രമിച്ചിരുന്നു. മറ്റൊരു ജോലിയിൽ പ്രവേശിച്ചാലെങ്കിലും അവനിൽ മാറ്റങ്ങളുണ്ടാവുന്ന പ്രതീക്ഷയിലാണ് അവൾ അച്ഛനോട് പറഞ്ഞ് കോട്ടയത്തെ ഒരു പത്രസ്ഥാപനത്തിൽ ജോലി ശരിയാക്കിയത്. അന്ന് മദ്യപിച്ച് ലക്കുകെട്ട അവസ്ഥയിലാണ് മനുപ്രസാദ് ഇൻ്റർവ്യൂവിന് ചെന്നത്. അതിൻ്റെ പേരിൽ സേവ്യർ ആഷിമയോട് കലഹിക്കുകയും മേലിൽ മനുവുമായി സൗഹൃദം വേണ്ടെന്ന് താക്കീത് ചെയ്യുകയും ചെയ്തു. അന്ന് മനോവിഷമത്തോടെ ആഷിമ മനുവിൻ്റെ ഫോണിൽ വിളിച്ച് ശകാരം ചെരിഞ്ഞു. നന്നാകില്ലെന്ന് ശപഥം ചെയ്തിറങ്ങിയ നിന്നെ നല്ല വഴിക്ക് നടത്താൻ ശ്രമിച്ച ഞാനാണ് വിഡ്ഢി. ഒരിടത്തും കണ്ടിട്ടില്ലാത്ത ഒരു പ്രേമനൈരാശ്യം. നിന്റെ കാര്യത്തിൽ ഇടപെടുന്ന പാഴുപണി ഞാൻ ഇന്നത്തോടെ നിർത്തി. സന്തോഷം. കുഴഞ്ഞ ശബ്ദത്തിൽ മറുപടി പറഞ്ഞ് മനുപ്രസാദ് ഫോൺ വെച്ചതോടെ മുറിഞ്ഞു പോയതാണ് ആ സൗഹൃദം. 1.5 മാസം മുൻപ് മനുപ്രസാദ് വീണ്ടും വിളിച്ചപ്പോൾ ആഷിമയ്ക്ക് ആശ്ചര്യമായിരുന്നു. ഒരു ജോലി ശരിയാക്കി നൽകണമെന്ന് അവൻ്റെ ആവശ്യം അവൾ കാര്യമാക്കിയില്ല. 2 ആഴ്ച മുമ്പ് വീണ്ടും വിളിച്ച് അവൻ അതേ ആവശ്യം ഉന്നയിച്ചതോടെ ആഷിമയ്ക്ക് സംശയമായി. മനു നന്നാക്കാൻ തീരുമാനിച്ചോ? പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇല്ലാത്തൊരു ഇൻ്റർവ്യൂവിൻ്റെ പേര് പറഞ്ഞ് ആഷിമ അവനെ കോട്ടയത്തേക്ക് വരുത്തിയത്. മനുപ്രസാദ് നിരാശാഭരിതമായ ജീവിതത്തിൽ നിന്നും പിന്തിരിച്ചു നടക്കാൻ തീരുമാനിച്ചുവെന്ന് നേരിട്ട് കണ്ടപ്പോൾ ആഷിമയ്ക്ക് ബോധ്യമായി. ഭക്ഷണം കഴിച്ചു തീർന്നപ്പോൾ ആഷിമ 2 ലൈം ജ്യൂസിന് കൂടി ഓർഡർ കൊടുത്തു. കൈ കഴുകി വന്ന് മനുപ്രസാദ് നാപ്കിനെടുത്ത് കൈയും മുഖവും തുടച്ചുകൊണ്ട് തൻ്റെ കസേരയിലേക്ക് ഇരുന്നു വന്നു. നീ കള്ളുകൂടി നിർത്തിയെന്ന് പറഞ്ഞതാ ഏറ്റവും വലിയ അത്ഭുതം. നമ്മുടെ സർക്കിളിലെ ലിവർ സിറോസിന് ഭാവി വാഗ്ദാനം നീയായിരിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നതാ. എങ്ങനെ കഴിഞ്ഞടാ നിനക്ക് ആ ഡിസാസ്റ്റർ ഒഴിവാക്കാൻ? ആഷിമ മനുവിനോട് തിരക്കി. വേണ്ടെന്ന് തോന്നി നിർത്തി. അങ്ങനെ ചുരുക്കി പറയല്ലേ. ശക്തമായ ഒരു കാരണത്തിൻ്റെ പുറത്ത് തുടങ്ങിയവനല്ലേ നീ. നിർത്താനും ഒരു സ്ട്രോങ് കാരണം ഉണ്ടാവുമല്ലോ. ഒന്നിനും കഴിയാത്ത നിസ്സഹായതയിൽ ബോധം മറഞ്ഞുറങ്ങുവാൻ പറ്റുന്ന ഏത് ലഹരിയും അഭയമായിരുന്നു അന്ന്. മദ്യം ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ അത്രേ കരുതിയുള്ളൂ. ആത്മാവിൽ ഉറച്ചുപോയ ഒരു സ്നേഹത്തെ മറന്നു കളയണം. എൻ്റെ പെണ്ണെന്ന് കരുതി ഓർമ്മയുറച്ച കാലം മുതൽ ഹൃദയത്തിൽ കൊണ്ടു നടന്നവൾ മറ്റൊരാളുടെ ഭാര്യയായി മാറിയിരിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് നെയ്തെടുത്ത ജീവിതമെന്ന സ്വപ്നം വഴിയരികിൽ ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്നു. അവൾക്കത് എങ്ങനെ കഴിഞ്ഞുവെന്ന് ലോകം മുഴുവൻ ഉറക്കെ വിളിച്ചു ചോദിക്കണമെന്നുണ്ട്. ഒരു ചുമരിൽ തലയടിച്ച് പൊട്ടിച്ചാൽ അത്ര വേദന ഉണ്ടാവില്ല. മനുപ്രസാദ് മുഖമൽപ്പം ചരിച്ച് ആ വേദനയുടെ ഓർമ്മകളെ വാർത്തു കളയാനെന്ന പോലെ ഒരു നിമിഷമിരുന്നു. ആഷിമ അവനെ അലിവോടെ നോക്കി. എന്തായാലും നിനക്കിതൊക്കെ മറക്കാൻ പറ്റിയല്ലോ, നന്നായി. മറന്നിട്ടൊന്നുമല്ല, വിദ്യയുടെ ഇപ്പോഴത്തെ ജീവിതമായി തട്ടിച്ചു നോക്കുമ്പോൾ എൻ്റെ വേദനകൾ ചെറുതായി തീർന്നിരിക്കുന്നു. അവൾ സ്വബോധത്തോടെ ഇരിക്കുമ്പോൾ ഞാൻ കുടിച്ചു ബോധം കെടുന്നത് വലിയ അസംബന്ധമാണ്. മനുപ്രസാദ് പറഞ്ഞപ്പോൾ ആഷിമയ്ക്ക് ജിജ്ഞാസയായി. വിദ്യാലക്ഷ്മിയുടെ ജീവിതത്തിന് എന്തു പറ്റി? അവളുടെ ഭർത്താവ് മരിച്ചുപോയി. കുറച്ച് മാസങ്ങളായി. അവൾ കാരിങ് ആയിരുന്നു.
ആ ഷോക്കിൽ കുഞ്ഞിനെയും നഷ്ടപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ വിദ്യ ആത്മഹത്യയിൽ ശ്രമിച്ചു. വീട്ടുകാരെ തക്ക സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചതുകൊണ്ട് മാത്രം ജീവൻ തിരിച്ചു കിട്ടിയെന്ന് പറയാം. ഹാഷിമ സ്തംഭയായിരുന്നു. മനുപ്രസാദിൻ്റെ വാക്കുകളിലൂടെ വളരെ മുൻപ് തന്നെ അവൾക്കറിയാവുന്ന ഒരാളായിരുന്നു വിദ്യ. പ്രണയിച്ചു നടക്കുന്ന കാലത്ത് മനു നൽകിയ വിവരണങ്ങളിലൂടെ ആ പെൺകുട്ടിയെക്കുറിച്ച് ഒരു സങ്കല്പമുണ്ടായിരുന്നു. മനുപ്രസാദിനെ ഉപേക്ഷിച്ച് അവൾ മറ്റൊരാളിലെ വിവാഹം കഴിച്ചു എന്നറിഞ്ഞപ്പോൾ അവളോട് സഹതാപം തോന്നിയിരുന്നു. എത്രയൊക്കെ പുരോഗമിച്ചാലും പെൺകുട്ടികൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ഇണയെ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമില്ലാത്തൊരു നാട്ടിൽ വിദ്യ എന്തുമാത്രം നിസ്സഹായായിരിക്കുമെന്ന് ആഷിമയ്ക്ക് ഊഹിക്കാൻ കഴിയുമായിരുന്നു. ആത്മാർത്ഥമായ ഒരു പ്രണയബന്ധത്തിൽ നിന്നും ഹൃദയം പറിച്ചെടുക്കേണ്ടി വരുന്ന ഒരു പെണ്ണിൻ്റെ വേദനയും വലിപ്പവും അവൾക്കറിയാമായിരുന്നു. അത്രയൊക്കെ സഹിച്ചും അവൾ മുൻപോട്ട് പോയത് തീരാവേദനകളുടെ കനൽ വഴികളിലേക്കായിരുന്നു. അവളുടെ ഭർത്താവ് എങ്ങനെയാണ് മരിച്ചത്? ആഷിമ ചോദിച്ചു. ആത്മഹത്യയായിരുന്നു. പ്രത്യേകിച്ച് ഒരു കാരണവും ആർക്കും പറയാനില്ല. അവർ തമ്മിൽ സ്നേഹവും അടുപ്പവും വേണ്ടുവോളം ഉണ്ടായിരുന്നു. എന്നിട്ടും ഒരു ദിവസം രാത്രി പുലർന്നപ്പോൾ കിടപ്പറയിൽ തൂങ്ങി നിൽക്കുന്നതാണ് കണ്ടത്. മനു പറഞ്ഞപ്പോൾ ആഷിമയുടെ നെറ്റിയിൽ ചൊലിവുകൾ വീണു. ഒരു കാരണമില്ലാതെ ഒരാൾ ആത്മഹത്യ ചെയ്യുമോ? തീർച്ചയായും കാരണം ഉണ്ടാവും. പക്ഷെ അന്വേഷിക്കാനോ കണ്ടുപിടിക്കാനോ ആർക്കും താല്പര്യമില്ല. അതൊരു കൊലപാതകമാണെങ്കിൽ പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം അത്ര പെർഫെക്റ്റായിട്ടാണ് ആത്മഹത്യവാദം ഉറപ്പിച്ചിരിക്കുന്നത്. അതിലൊരു നിഗൂഢതയുണ്ടല്ലോ എന്ന് ആഷിമയ്ക്ക് തോന്നി. വെയിറ്റർ ലൈം ജ്യൂസുമായി എത്തി. രണ്ടുപേരും ലൈം ജ്യൂസ് കുടിച്ചു. ഇടയ്ക്കെപ്പോഴെങ്കിലും നീ വിദ്യയെ കണ്ടോ? ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞോ? ആഷിമ തിരുക്കി. കണ്ടിരുന്നു. അവൾക്കെന്നെ മനസ്സിലായോ എന്ന് പോലും സംശയമാണ്. നോട്ടവും പാവമൊക്കെ മറ്റൊരാടുത. പേര് വിളിച്ചത് പോലും ഒരു അപരിചിതനെ വിളിക്കുന്നത് പോലെ. മനുപ്രസാദിൻ്റെ സ്വരത്തിലെ വേദന ആഷിമയ്ക്ക് മനസ്സിലായി. സ്നേഹിച്ചവരെ നഷ്ടപ്പെടുന്നതിനേക്കാൾ വലിയ വേദനയാണല്ലോ അവർക്ക് മുൻപിൽ അപരിചിതരെ പോലെ നിൽക്കേണ്ടി വരുന്നത്. പാർക്കിംഗ് ഏരിയയിൽ നിന്നും യാത്ര പറഞ്ഞ് പിരിയും മുൻപ് ആഷിമ മനുപ്രസാദിൻ്റെ വലങ്കായി പിടിച്ചമർത്തി. എന്തിൻ്റെ പേരിലുള്ളതാണെങ്കിലും ഈ മാറ്റം നീ കീപ്പ് ചെയ്തോണം. കഴിഞ്ഞതൊക്കെ മറക്കുക. ആഗ്രഹിച്ചതിനേക്കാൾ നല്ലൊരു ജീവിതം മുൻപിലുണ്ടെന്ന് കരുതുക. അതെന്താണെന്ന് അറിയണമെങ്കിൽ മുൻപോട്ട് പോകണ്ടടാ. ടേക്ക് കെയർ. ആഷിമ അവളുടെ സ്കൂട്ടിയിൽ ചങ്ങനാശ്ശേരിക്ക് മടങ്ങി. മനുപ്രസാദ് കുട്ടിക്കുള്ള വീട്ടിലെത്തുമ്പോൾ ഇരുട്ട് വീണിരുന്നു. സിറ്റൗട്ടിൽ ട്യൂബ് ലൈറ്റ് പ്രകാശിക്കുന്നുണ്ട്. ഹെൽമറ്റ് ഹാൻഡിലിൽ കൊളുത്തിയിട്ടിട്ട് ഫയലുമായി അവൻ ബൈക്കിൽ നിന്നിറങ്ങുമ്പോഴേക്കും ഇന്ദുമതി വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു. നീ എന്താ ഇത്രയും വൈകിയേ? ഷൂസ് അഴിച്ചു വെച്ച് കയറി വന്ന മകനോട് ഇന്ദുമതി തിരക്കി. നേരത്തെ വന്നതാ. ജംഗ്ഷനിൽ വെച്ച് പഴയ ചില കൂട്ടുകാരെ കണ്ടു. സംസാരിച്ചിരുന്നു. ജോലിക്കാരി എന്തായി? നടന്നില്ല. വേറെ അന്വേഷിക്കണം. ഞാനൊന്ന് കുളിക്കട്ടെ. അവൻ അകത്തേക്ക് കയറിയപ്പോൾ ഇന്ദുമതി നേരിയതിൻ്റെ തുമ്പിൽ പിടിച്ച് ആലോചനയോടെ നിന്നു. മനുപ്രസാദ് കുളി കഴിഞ്ഞിറങ്ങി വരുമ്പോൾ ഇന്ദുമതി സോഫയിൽ ചിന്താമഗ്നയായി നിൽപ്പുണ്ട്. ഇന്നെന്താ കേബിൾ കട്ടാണോ? സാധാരണ ഈ നേരത്ത് കുറേ ഹട്ടഹാസങ്ങളും കൊലവിളികളുമൊക്കെ കേൾക്കാറുണ്ടല്ലോ. ഇന്ദുമതി മകനെ സൂക്ഷിച്ചു നോക്കി. അവൻ്റെ മുഖത്ത് കുസൃതിച്ചിരി. ഇനി ചാനലുകാർ തന്നെ നാണം കെട്ട് സീരിയൽ സംപ്രേഷണം നിർത്തിയതാണോ? അതാണോ ഇന്ദുമതി അമ്മയ്ക്കൊരു സങ്കടം? മനു അമ്മയുടെ താടിത്തുമ്പിൽ തൊട്ടുവിളിച്ചു. വിളയാതെ പോടാ. ചോറ് വേണമെങ്കിൽ പറ, എനിക്കൊന്ന് കിടക്കണം. വേണമെങ്കിലോ? വയറ് കത്തുക. ഉച്ചയ്ക്ക് കിട്ടിയ ബിരിയാണി എപ്പോഴേ ദഹിച്ചു. ഇന്ദുമതി എഴുന്നേറ്റ് ചെന്ന് ചോറ് വിളമ്പി. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനുപ്രസാദ് അമ്മയെ ശ്രദ്ധിച്ചു. ഒരശാന്തി അവരുടെ മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നി. മുഖത്തും മ്ലാനത. കുറച്ചു കാലമായി ഇത് പതിവുള്ളതല്ല. മദ്യത്തിൽ മുങ്ങിയ ജീവിതത്തിൽ നിന്നും മനു പിന്തിരിഞ്ഞു പോകുന്നത് മുതൽ ആ വീട്ടിലെ അന്തരീക്ഷം പ്രകാശമാനമാവുകയും അമ്മയ്ക്കും മകനുമിടയിൽ സ്നേഹധാര കരുത്താർജിക്കുകയും ചെയ്തിരുന്നു. അമ്മയുടെ മുഖത്തിൻ്റെ ഒരു മുറുക്കം. എന്തെങ്കിലും പറയാനുണ്ടോ? മനുപ്രസാദ് തിരക്കിയപ്പോൾ ഇന്ദുമതിക്ക് ഒരു പതർച്ച അനുഭവപ്പെട്ടു. ചില കാര്യങ്ങൾ സംസാരിക്കുവാൻ അന്നോളം ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ മതിയാകാതെ വരുമെന്ന് അവർക്ക് തോന്നി. മനു ചോറിലേക്ക് അല്പം കാച്ചിയ മോരൊഴിച്ചു. ആരാ ഇന്നിവിടെ വന്നത്? ബൈക്ക് വെക്കുമ്പോൾ മുറ്റത്തൊരു കാറിൻ്റെ ടയർപ്പാട് കണ്ടല്ലോ. ഇന്ദുമതിയുടെ കണ്ണുകളിൽ ഒരു പിടയലുണ്ടായി. ഇനി പിടിച്ചു നിൽക്കാൻ വയ്യ. രാവിലെ നീ പോയി കഴിഞ്ഞപ്പോൾ ചന്ദ്രേട്ടൻ വന്നിരുന്നു. ആഹാ, അമ്മാവൻ്റെ അയിത്തമൊക്കെ മാറിയോ? ഇനിയൊരിക്കലും ഈ പടി ചവിട്ടില്ലെന്ന് ശബ്ദമെടുത്തിരുന്ന ആളല്ലേ. മനുഷ്യരല്ലേ, വാശിയും ദേഷ്യമൊക്കെ എന്നും ചുമന്ന് നടക്കാൻ പറ്റില്ലല്ലോ.
സാഹചര്യങ്ങൾ മാറുമ്പോൾ പറഞ്ഞത് പലതും തിരുത്തുകയും മാറുകയൊക്കെ ചെയ്യും. ഒഴുക്കിനനുസരിച്ച് നീന്തുക എന്ന് പറയും പച്ച മലയാളത്തിൽ. ചെറുപ്പത്തിൻ്റെ തിളപ്പ് രക്തത്തിലുള്ളതുകൊണ്ടാണ് നീ അങ്ങനെ പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ നോവൽ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗവുമായി നമ്മൾ നാളെയും വീണ്ടും എത്തുന്നതാണ്. എല്ലാവർക്കും ഒത്തിരി സന്തോഷത്തോടെ നന്ദി, നമസ്കാരം. അപ്പോൾ നാളെ കാണാം.